സർജറി ചെയ്ത അന്ന് തന്നെ രാത്രി എനിക്ക് നടക്കാനും വളരെ എളുപ്പമായിരുന്നു. ഡിസ്ക് പ്രൊലാപ്സിനുള്ള ഏറ്റവും അത്യാധുനിക ചികിത്സയാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്നത്. ഒട്ടും പെയിനേ ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റൽ വാസ് വെരി നൈസ്. എൻ്റെ പേര് വിജയ വിശ്വനാഥനാണ്. ഞാൻ തൃപ്പൂണിത്തുറ, എറണാകുളത്ത് തന്നെ തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. ഈ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഡയഗ്നോസിസ് പെട്ടെന്ന് നടന്നു. MRI എടുത്തപ്പോൾ തന്നെ സാറ് പറഞ്ഞു ഇത് നെർവിനെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ്, അത് തന്നെ ഉടനെ സർജറി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റിലീഫ് ആവുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ബുധനാഴ്ച അഡ്മിറ്റായി, വ്യാഴാഴ്ച സർജറി ചെയ്തു, വെള്ളിയാഴ്ച തന്നെ ഡിസ്ചാർജ് ചെയ്തു. സർജറി ചെയ്ത അന്ന് തന്നെ രാത്രി എനിക്ക് നടക്കാനും വളരെ എളുപ്പമായിരുന്നു. ഒട്ടും ആ പ്രീവിയസ് ഉണ്ടായിരുന്ന ആ സിവിയർ പെയിൻ കംപ്ലീറ്റ് സ്റ്റോപ്പായി. യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല. ബാത്റൂമിലേക്ക് പോകാനും 3-4 പ്രാവശ്യം ഞാൻ ബാത്റൂമിലേക്ക് പോയെങ്കിലും നടന്നു തന്നെയാണ് പോയത്. ഒട്ടും പെയിനേ ഉണ്ടായിരുന്നില്ല. ആ സർജറിയുടെ എഫക്റ്റ് എനിക്ക് അന്നേരം ശരിക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇത് എൻഡോസ്കോപ്പിക് സർജറി ആയതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറവായിരുന്നു. ഒരു ദിവസത്തെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഡിസ്ചാർജായി. പിന്നെ സർജറിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു ഇൻസിഷണൽ പെയിനോ അല്ലെങ്കിൽ ഒരു കിടക്കാനുള്ള ബുദ്ധിമുട്ടോ, ഇത് ബാക്കിലായത് കാരണം നേരെ കിടക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനത്തെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ചില അത്രയ്ക്കും വളരെ ചെറിയൊരു സർജറി ആയിരുന്നു. സ്കാറില്ല, സ്റ്റിച്ചസ് ഇല്ല. പിന്നെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനുള്ള ഇതുണ്ട്. ഓൺലി തിങ് ഒരു റെസ്ട്രിക്ഷൻ, വെയിറ്റ് ലിഫ്റ്റിങ് കുറച്ച് നാളത്തേക്ക് പാടില്ല എന്നുള്ളതാണ്. അത് എൻ്റെ ഏജ് റിലേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം വേണമെങ്കിൽ ആ റെസ്ട്രിക്ഷൻ വന്നത് തന്നെ. അതർവൈസ് ഐ ആം ഓൾ റൈറ്റ്. പിന്നെ ആസ് എ ഹോൾ ദ ഹോസ്പിറ്റൽ വാസ് വെരി നൈസ്. സ്റ്റാഫും പിന്നെ എല്ലാവരും തന്നെ നല്ല കോഡിലായിരുന്നു. ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. നട്ടെല്ലിൻ്റെ ഏറ്റവും സർവ്വസാധാരണമായ ഒരു രോഗാവസ്ഥയാണ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ബൾജ്, അല്ലെങ്കിൽ നട്ടെല്ലിനിടയിലുള്ള ഡിസ്ക് തള്ളി വരിക എന്നുള്ള രോഗം. ഡിസ്ക് പ്രൊലാപ്സിനുള്ള ഏറ്റവും അത്യാധുനിക ചികിത്സയാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്നത്. താക്കോൽ ദ്വാരത്തിനേക്കാൾ ചെറിയ ഒരു ദ്വാരത്തിലൂടെ പൂർണ്ണമായും ഡിസ്ക് തള്ളിച്ച എടുത്തു മാറ്റുകയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാറ്റിക് റിലീഫ് നേടുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സർജറിയുടെ പ്രത്യേകത. 1-2 ദിവസം ലീവ് എടുത്ത ശേഷം ഓഫീസ് ജോലിക്കാർക്കും മറ്റുള്ളവർക്കും തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ് ഈ സർജറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത.